ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രയോഫൈറ്റ്സിലെ ഒരു വിഭാഗമായിട്ടുള്ള ലിവർ വേർഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ലിവർ വേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. അരുവികളുടെ തീരം, ചതുപ്പു നിലങ്ങൾ, ഈർപ്പമുള്ള മണ്ണ്, മരത്തിൻ്റെ തൊലി, വനത്തിൻ്റെ ഉൾഭാഗം തുടങ്ങിയ ഈർപ്പമുള്ളതും തണലും ഉള്ളതുമായിട്ടുള്ള ആവാസങ്ങളിലാണ് ലിവർ വേർഡ്സുകൾ സാധാരണയായിട്ട് വളരുന്നത്. ലിവർ വേർഡ്സുകളുടെ സസ്യശരീരം ശരിക്ക് താലോയിഡ് ആണ്. ഉദാഹരണം അതിൽ മാർക്കാൻഷ്യ, അതുപോലെ താലസ്, ഉപരിതല അതോ തലഭിന്നമായിട്ടുള്ള മാർക്കാൻഷ്യയുടെ പ്രതലത്തിനോട് വളരെയധികം ചേർന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ഉപരിതല അതോ തലഭിന്നമായ ഡോർസി വെൻട്രൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ഏറെ ചേർന്നാണ് കാണപ്പെടുന്നത്. ഈ വിഭാഗത്തിൽ ചില അംഗങ്ങളിൽ തണ്ട് പോലുള്ള ഭാഗങ്ങളിൽ രണ്ട് നിരയായി ചെറിയ ഇലകൾ പോലുള്ള ഭാഗങ്ങൾ കാണുന്നു. ലിവർ വേർട്ടുകൾ കായിക പ്രത്യുൽപാദനം നടത്തുന്നത് കഷ്ണങ്ങളാക്കൽ വഴിയോ താലസിലുണ്ടാകുന്ന പ്രത്യേക ഭാഗങ്ങളായിട്ടുള്ള ജെമ്മകൾ വഴിയോ ആണ്. പച്ച നിറത്തിലുള്ളതും ബഹുകോശങ്ങളാൽ നിർമ്മിതവുമായിട്ടുള്ള അലൈംഗിക മുകുളങ്ങളായ ജെമ്മകൾ താലസിലെ ചെറിയ റിസപ്റ്ററുകളിലാണ് ഉണ്ടാകുന്നത്. ഇവയെ ജെമ്മ കപ്പുകൾ എന്ന് പറയുന്നു. ജെമ്മകൾ മാതൃശരീരത്തിൽ നിന്ന് വേർപെട്ട് മുളച്ച് പുതിയ സസ്യങ്ങളായി തീരുന്നു. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ആൺപെൺ ലൈംഗിക അവയവങ്ങൾ ഒരേ താലസിലോ വ്യത്യസ്തങ്ങളായ താലസുകളിലോ ആണ് ഉണ്ടാകുന്നത്. ഇവയുടെ സ്പോറോഫൈറ്റ് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നീ 3 ഭാഗങ്ങളായിട്ട് വൈവിധ്യവൽക്കരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലിവർ വേർഡ്സിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചേക്കാണ്. അപ്പോൾ ക്യാപ്സ്യൂളിനുള്ളിൽ ഊനഭംഗത്തെ തുടർന്ന് രേണുക്കൾ ഉണ്ടാകുന്നു. ഈ രേണുക്കൾ മുളച്ച് സ്വതന്ത്രമായി ജീവിക്കുന്ന ഗാമറ്റോഫൈറ്റുകൾ ഉണ്ടാകുന്നു. ഇനി മോസസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ലിവർ വേർഡ്സിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവ സാധാരണ ചതുപ്പ് നിലങ്ങളിലും ഈർപ്പമുള്ള മണ്ണ്, മരത്തിൻ്റെ തൊലിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നവയാണ്. അവ സാധാരണ തണലുള്ളതും ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് കാണുക. ഇവൻ്റെ ബോഡി എന്ന് പറയുന്നത് 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കഷ്ണങ്ങളായിട്ടൊക്കെയാണ് ഇവയുടെ ഭാഗങ്ങൾ പുതിയൊരു ഭാഗമായിട്ട് രൂപപ്പെടുന്നത്. അതിൽ ജെമ്മകൾ എന്ന് പറഞ്ഞ ഭാഗമാണ് കൂടുതൽ പുതിയൊരു സസ്യം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത്. അതിൽ താലസിൽ ചെറിയ റിസപ്റ്റിക്കിളിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിൽ ജെമ്മ കപ്പ് ഉണ്ട്. അതിൽ മാതൃശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ട് മുളച്ച് പുതിയൊരു സസ്യങ്ങളായിട്ട് മാറുന്നു. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ 2 അവയവങ്ങളിൽ നിന്ന് എന്തുണ്ടാകുന്നു? താലസിൽ വ്യത്യസ്ത താലസുകളിൽ നിന്ന് സ്പോറോഫൈറ്റ് ഫൂട്ട് എന്നൊക്കെ രണ്ടും കൂടി യോജിച്ച് പുതിയൊരു സസ്യമായിട്ട് മാറുന്നു. ഇത്രയാണ് ലിവർ വേർഡ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി മോസസിൽ നമുക്ക് നോക്കാം. ഈ വിഭാഗത്തിൽപ്പെട്ട ജീവിത ചക്രത്തിലെ പ്രധാന അവസ്ഥയായിട്ടുള്ള ഗാമറ്റോഫൈറ്റ് 2 ഘട്ടങ്ങളുണ്ട്. മോസസിൽ 2 ഘട്ടങ്ങളുണ്ട്. അതിൽ രേണുക്കളിൽ നിന്ന് നേരിട്ട് ഉണ്ടാകുന്ന ആദ്യ ഘട്ടമാണ് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. ഈ സ്പോറുകളിൽ നിന്ന് അല്ലെങ്കിൽ രേണുക്കളിൽ നിന്ന് ആദ്യം നേരിട്ടുണ്ടാകുന്ന പ്രോട്ടോണിമ. ഇതിലെ മണ്ണിൽ പടർന്ന് വളരുന്നതിന് പച്ചനിറമുള്ളതും ശാഖകളോട് കൂടിയതുമായ തന്തുക്കൾ പോലെ കാണുന്നതുമായ ഘട്ടമാണ് ഈ പറഞ്ഞ പോലെ ഈ പ്രോട്ടോണിമ. രണ്ടാമത്തെ ഘട്ടമാണ് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ഇവ സെക്കൻഡറി പ്രോട്ടോണിമയിൽ നിന്ന് പാർശ്വമുകുളങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. ഇവയ്ക്ക് വർത്തുളാകൃതിയിൽ, അതായത് സ്പൈറലായിട്ട് വർത്തുളാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇലകളെ വഹിക്കുന്ന നേർത്ത നിവർന്ന തണ്ടുകളുണ്ട്. ഇവയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബഹുകോശമുള്ളതും ശാഖകളോട് കൂടിയതുമായ കപട വേരുകളാണ്. നമ്മൾ അതിനെ പറഞ്ഞു ബ്രയോഫൈറ്റ്സ് ശരിയായ വേരുകളോ ഇലകളോ ഇല്ല, കപട വേരുകളാണുള്ളത്. ഈ ഘട്ടം ലൈംഗിക അവയവങ്ങളെ വഹിക്കുന്നു. ഈ കായിക പ്രത്യുൽപാദനം നടത്തുന്നത് കഷ്ണങ്ങളായി വഴിയോ അല്ലെങ്കിൽ സെക്കൻഡറി പ്രോട്ടോണമിയോ നടക്കുന്ന മുകുളനം വഴിയോ ആണ്. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ലൈംഗിക അവയവങ്ങളായിട്ടുള്ള പരാഗികളും അണ്ഡപുടകങ്ങളും ഇലകളുടെ തണ്ടിൻ്റെ അഗ്രഭാഗത്താണ് ഉണ്ടാകുന്നത്. ബീജസംയോഗത്തിന് ശേഷം സിക്താണ്ഡം വളർന്ന് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നീ ഭാഗങ്ങളുള്ള സ്പോറോഫൈറ്റായിട്ട് മാറുന്നു. ഇവയുടെ സ്പോറോഫൈറ്റുകൾ ലിവർ വേർഡ്സുകളെക്കാളും വികാസം പ്രാപിച്ചവയാണ്. അപ്പോൾ അതിലെ ക്യാപ്സ്യൂളിൽ രേണുക്കൾ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഊനഭംഗം വഴിയാണ് ഇവയെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ മോസസുകളിൽ രേണുക്കളുടെ വിതരണത്തിൽ വിശാലമായ രീതിയിൽ കാണാൻ കഴിയും. മോസസിന് ഉദാഹരണം പറയുമ്പോൾ ഫ്യൂണേറിയ നമുക്ക് പറയാം, പോളിട്രിക്കം എന്ന് പറയാം, സ്ഫാഗ്നം പറയാം. മോസസിൻ്റെ ഉദാഹരണങ്ങൾ ഫ്യൂണേറിയ, പോളിട്രിക്കം, സ്ഫാഗ്നം. ആ ചിത്രം 3.2 നമ്മൾ കണ്ടതാണ് ഇവയുടെ ഇല്ലേ. പോളിട്രിക്കം സ്ഫാഗ്നത്തിനെ, ഫ്യൂണേറിയേനെയും സ്ഫാഗ്നത്തിനെയും നമ്മൾ കണ്ടു. 2 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നത് കണ്ടു. ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ജെമ്മേക്കപ്പ് കണ്ടോ നിങ്ങൾ? ജെമ്മേക്കപ്പ് കാണാം. ഇവിടെ ജെമ്മേക്കപ്പ് ഈ കുഞ്ഞൊരു ഭാഗത്തിലായിട്ട് നമുക്ക് ജെമ്മേക്കപ്പ് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ലിവർ വേർഡ്സിനെ കുറിച്ചിട്ടും മോസസിനെ കുറിച്ചിട്ടും ബ്രയോഫൈറ്റ്സിൽ ഉള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പരിചയപ്പെടാം. താങ്ക് യു.